കെ ഫിറോസ് റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫിറോസ് പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ടെന്നും തിരുനാവായക്കാരനായ മുഹമ്മദ് അഷ്റഫാണ് അദ്ദേഹത്തിന്റെ ബിനാമിയെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. കെ ഫിറോസിന് അത് നിഷേധിക്കാനാവില്ലെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെയാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും ജലീൽ വ്യക്തമാക്കുകയും ചെയ്തു. ഉന്നാവോ കത്വ പെൺകുട്ടികളുടെ പേരിൽ പിരിച്ച തുകയും ധോത്തി ചലഞ്ച് വഴി പിരിച്ച തുകയുമാണ് ഫിറോസ് ബിസിനസ്സിനായി ഉപയോഗിച്ചതെന്നും ഫിറോസിന്റെ സ്ഥാപനം ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെയും ബാങ്കിന്റെയും കണ്ണുവെട്ടിച്ച് ഗൾഫിലെത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കെ ഫിറോസ് നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ദുബായിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചിരുന്നു. ഫിറോസ് സെയിൽസ് മാനേജറാണ് എന്ന് പറയപ്പെടുന്ന കമ്പനി അവിടെ നാമമാത്രമായ ബിസിനസ്സാണ് നടത്തുന്നത്. മാംസം കണ്ടെയ്നറിൽ വരുന്നു, അവരത് മറിച്ചു വിൽക്കുന്നു. പക്ഷേ ആ സ്ഥാപനം യഥാർത്ഥത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് റിവേഴ്സ് ഹവാലയാണ്. ഇന്ത്യയിൽ നിന്ന് സർക്കാരിന്റെയും ബാങ്കിന്റെയും കണ്ണുവെട്ടിച്ച് കോടിക്കണക്കിന് രൂപ ഗൾഫിലെത്തിക്കുക, അതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയാണ് അവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടപ്പെടണം. ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിക്കുന്നത്, കെ.ടി. ജലീൽ പറഞ്ഞു. 2 ഫണ്ടുകളാണ് പ്രധാനമായും. ഒന്ന് ഉന്നാവോ കത്വ ഫണ്ട്. അതിക്രൂരമായി കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് പോലും സ്വരൂപിച്ച തുകയ്ക്ക് കണക്കില്ല. സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ. ആ പൈസ ഒന്നും കാണാനില്ല. ധോത്തി ചലഞ്ചാണ് അടുത്തത്. 2,72,000 തുണികളാണ് വിറ്റഴിക്കപ്പെട്ടത് 600 രൂപയ്ക്ക്. ആ ചലഞ്ചിൽ 200 രൂപ പോലും വിലയില്ലാത്ത തുണിയാണ് കൊടുത്തത്. പൊതുപ്രവർത്തകന്മാർ ബിസിനസ്സുകാർ ആകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിന് എവിടെ നിന്നാണ് അവർക്ക് പണം കിട്ടുന്നത്? പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് പിരിക്കുന്ന ഫണ്ട് മുക്കിയിട്ടാണോ ക്യാപിറ്റൽ കണ്ടെത്തേണ്ടത്? കെ ഫിറോസിന്റെ അച്ഛൻ കച്ചവടക്കാരനായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് അദ്ദേഹം കച്ചവടക്കാരനല്ല. നടത്തിയ എല്ലാ കച്ചവടവും പൊളിഞ്ഞു. പൊളിഞ്ഞ കച്ചവടം നടത്തിയിട്ട് വീട്ടിലിരിക്കുന്ന പിതാവിന്റെ മകന്റെ കയ്യിൽ ഇത്രയധികം ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ എവിടെ നിന്നാണ് പണം? അദ്ദേഹത്തിന്റെ വീട്ടിൽ പണം കായ്ക്കുന്ന മരമുണ്ടോ എന്നും കെ.ടി. ജലീൽ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടവും ഫിറോസും നടത്തിയ വിദേശയാത്ര എന്തിനു വേണ്ടിയാണെന്ന വിവരങ്ങൾ തനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും പുറത്തുവരുമെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. അതേസമയം കെ.ടി. ജലീൽ എം.എൽ.എ. പാലക്കാട് കൊപ്പത്തെ യമ്മി ഫ്രൈഡ് ചിക്കൻ കടയിലെത്തി ഭക്ഷണം കഴിച്ചതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ ചേർത്ത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഫിറോസ് ഇട്ട പോസ്റ്റിന് മറുപടിയുമായി വീണ്ടും ജലീലെത്തി. 1000 നന്ദി. പട്ടാമ്പിക്കടുത്തെ കൊപ്പത്തെ യമ്മി ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് തന്റേതാണെന്ന് കെ ഫിറോസിന്റേതാണെന്ന് സമ്മതിച്ചതിന് എന്നതാണ് പോസ്റ്റിലെ ഉള്ളടക്കം. തിരുനാവായക്കാരൻ വെള്ളടത്ത് മുഹമ്മദ് അഷ്റഫ് സ്വന്തം ബിനാമിയാണെന്ന് അംഗീകരിച്ചതിനും നന്ദി എന്ന കുറിപ്പിനൊപ്പം NBI വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.